രണ്ടാമോത്സവത്തിന്റെ അന്നേ രണ്ടുണ്ട് കേട്ടോ കാര്യം. ഒന്ന് ദീപക്കാഴ്ചയും, രണ്ട് തട്ടകത്ത് കുട്ടികളുടെയും ഞങ്ങളെ പോലെയുള്ള കലാകാരികളുടെയും കലാകാരന്മാരുടെയും വിവിധ കലാപരിപാടികളാണ്. ഇത്രയ്ക്കൊക്കെ ബിൽഡപ്പ് വന്നിട്ട് എവിടെ ആളുകളെ ഒന്നും കാണുന്നില്ലല്ലോ എന്ന് തോന്നുന്നുണ്ടാവില്ല. ഇപ്രാവശ്യത്തോത്സവത്തിന് പരീക്ഷ ഒരു വില്ലനാണ്. അതുകൂടാണ്ട് പ്രോഗ്രാം അവതരിപ്പിക്കുന്നവരെല്ലാം ഗംഭീര ഒരുക്കത്തിൽ. 5 ദിവസം ഉത്സവമുള്ള വർഷങ്ങളിൽ ദീപക്കാഴ്ചയുടെ അന്ന് ഞങ്ങളും കൂടാറുണ്ട് കേട്ടോ. എണ്ണൊഴിക്കാനും തിരിയിടാനും നല്ല രസാ. അന്ന് ഞങ്ങൾക്ക് വലിയ പ്രോഗ്രാം ഒന്നും ഉണ്ടാവില്ല. ഇപ്രാവശ്യം 3 ദിവസമേ ഉള്ളൂ. പക്ഷെ അതൊന്നും ഒരു വിഷയമല്ല കേട്ടോ. എല്ലാവരും എത്തുന്നതിന് മുൻപ് ജസ്റ്റ് ബിഹൈൻഡ് ദ സീൻ പോലെ ഒരുക്കങ്ങളുടെ ഒക്കെ ഒരു വീഡിയോ ഉണ്ണിക്കുട്ടനെ എടുത്തുന്നേ ഉള്ളൂ കേട്ടോ. ഒരു കണക്കിന് അതെങ്കിലും കിട്ടിയത് ഭാഗ്യമായിട്ടോ. കാരണം എന്താണെന്നല്ലേ, ഈ എണ്ണ ഒഴിക്കണതിന് തിരിയിടുന്നതിൻ്റെ ഇടയിൽ ഇവർ ഈ വീഡിയോ ഒക്കെ എടുക്കാൻ മറന്നുപോയി. ആകെ കുറച്ച് ഫോട്ടോസ് മാത്രമേ കിട്ടിയിട്ടുള്ളൂ. ഞങ്ങളാണെങ്കിൽ ഒരുക്കങ്ങളൊക്കെ കഴിഞ്ഞ് അമ്പലപ്പറമ്പിൽ എത്തിയപ്പോഴേക്കും ഏകദേശം തിരികളൊക്കെ ഏകതാണ്ട് കിട്ടും തുടങ്ങിയിരുന്നു. പിന്നെ ഞങ്ങൾ പെണ്ണുങ്ങൾ ഒരുങ്ങിക്കഴിഞ്ഞാൽ വേറെ ഒന്നും എടുത്തില്ലെങ്കിലും ഞങ്ങളെ തന്നെ കുറെ ഫോട്ടോസും വീഡിയോസും എടുക്കണം. അത് നിർബന്ധം. ഇവിടെ ഇപ്പം അമ്മയും മോളും സ്റ്റേജിൽ കയറുന്നുണ്ട്. അതിന് മുൻപുള്ള ഒരു ബൂസ്റ്റിംഗ് അത് പറഞ്ഞപ്പോഴാണ് ഈ ഒരു സിസ്റ്റം വളരെ നല്ലതായിട്ട് ഫീൽ ചെയ്തിട്ടുണ്ട് കേട്ടോ. അതായത് ഈ പ്രദേശത്തെ എല്ലാവർക്കും, കുട്ടികളായിക്കോട്ടെ അമ്മമാരായിക്കോട്ടെ ഏത് പ്രായത്തിലുള്ളവരായിക്കോട്ടെ, അവർക്കൊക്കെ പേടി കൂടാണ്ട് സ്റ്റേജിൽ കയറാനുള്ള ഒരു അവസരം കിട്ടുകയാണ്. അതുകൊണ്ട് തന്നെ ഈ പ്രദേശത്തെ കുട്ടികൾക്ക് സ്റ്റേജിൽ കയറാന്ന് പറഞ്ഞ ഒരു ഹരമാണ്. അതിപ്പോ ഒന്നും പാടിയില്ല വെച്ചാലും വെറുതെ സ്റ്റേജിലേക്ക് ഇങ്ങനെ മൈക്ക് പിടിച്ച് ഇങ്ങനെ ചിണുങ്ങി ചിണുങ്ങി നിൽക്കണത് കാണാൻ തന്നെ ഒരു ഭംഗിയാണ്. അതങ്ങനെ എല്ലാവരും കൂടി കൈയടിച്ച് പ്രോത്സാഹിപ്പിച്ച് ഒരു സമ്മാനം കൂടി കൊടുത്താൽ ഇപ്രാവശ്യം പാടിയില്ല വെച്ചാലും ഉറപ്പായിട്ട് സമ്മാനത്തിന് വേണ്ടിയെങ്കിലും അവർ അടുത്ത പ്രാവശ്യം പാട് ഡാൻസ് ചെയ്യേ എന്തെങ്കിലുമൊക്കെ ചെയ്യാൻ അവർക്ക് ഭയങ്കര ഇൻട്രസ്റ്റ് ആയിരിക്കും കേട്ടോ. എന്തിനപ്പോ കുട്ടികളെ പറയണേ, ഞങ്ങൾ അമ്മമാരും ഒട്ടും മോശമില്ല. അതിപ്പോ നന്നായി പ്രോത്സാഹിപ്പിക്കുന്ന നാട്ടുകാരുള്ളത് കൊണ്ടാണോ അതോ ഇത്ര വലുതായിട്ടും സമ്മാനത്തിനോടുള്ള കൊതി മാറാത്തത് കൊണ്ടാണോ എന്നൊന്നും അറിയില്ല. എന്തായാലും ഉത്സവം അടുക്കാറാവുമ്പോൾ ഞങ്ങളുടെ മനസ്സും ഈ സ്റ്റേജിൽ കയറാനൊന്ന് തുടിക്കാറുണ്ട് കേട്ടോ. അത് പറഞ്ഞപ്പോഴാണ് ഞങ്ങൾ സ്ത്രീകളും കുട്ടികളും മാത്രമൊന്നും അല്ല കേട്ടോ, ആ പ്രദേശത്തെ എല്ലാ കലാകാരന്മാരും അവതരിപ്പിക്കുക. ഇതിൻ്റെ ഇടയിൽ ഞാൻ ഏതെങ്കിലുമൊക്കെ കലാകാരികളെയോ കലാകാരന്മാരെയോ ഞാൻ വീഡിയോ എടുക്കാൻ വിട്ടുപോയിട്ടുണ്ടോ വെച്ചാൽ ക്ഷമിക്കണം കേട്ടോ. കാരണം ഈ പീക്കിരി ഒട്ടും സമ്മതിക്കുന്നുണ്ടായിരുന്നില്ല പെട്ടിക്കടയിൽ പോകാനും ഐസ്ക്രീം കഴിക്കാനുമായിട്ട്. അവിടെ നിന്ന് ബഹളം വെച്ച് ഞങ്ങളെ ഇങ്ങോട്ട് ഈ പെട്ടിക്കടയുടെ അവിടേക്ക് കൊണ്ടുവരുമായിരുന്നു കേട്ടോ. ഇതെൻ്റെ സോപാന സംഗീത ക്ലാസ്മേറ്റ് ആണ് സിന്ധു ചേച്ചി. അടുത്തതാണ് നമ്മുടെ മെയിൻ ഉത്സവം അഷ്ടമി വിളക്ക്. അപ്പോൾ ഇന്നത്തേക്ക് ഇത്രയേ ഉള്ളൂ. എല്ലാവരും സന്തോഷമായിട്ടിരിക്കുക, ജീവിതം മാക്സിമം എൻജോയ് ചെയ്യാം.